ശബ്ദവേദി, ശബ്ദത്തെ ലക്ഷ്യമാക്കി അമ്പ് തുടക്കുന്ന അസ്ത്രവൈദഗ്ധ്യം, രാത്രി കാട്ടിൽ പോയതും ഓടെ ചമ്പ് ചെയ്തതും ശബ്ദം കെട്ട് ചെയ്തതും കൊണ്ടു കഴിഞ്ഞപ്പോൾ കൊണ്ടത് ആനയ്ക്കല്ല, ഒരു മുനികുമാരനാണ് തിരിച്ചറിയുകയും അവിടെ ചെല്ലുകയും മുനികുമാരനായിട്ടുള്ള സംഭാഷണം അതാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ അവസാനത്താണ് അദ്ദേഹം പറയുന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും വൃദ്ധരാണ്, ഞാനവർക്ക് വെള്ളം എടുക്കാമെന്നതാണ്. കുടത്തിൽ വെള്ളം എടുക്കുന്ന ശബ്ദം കേട്ടപ്പം അങ്ങേക്കിങ്ങനെ തോന്നിയതാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കുമോ, ഈ ശബ്ദം കേട്ട് ചെയ്യാൻ പറ്റുമോ വെച്ചിട്ടുണ്ടെങ്കിൽ ആധുനിക കാലത്ത് ഗോറിയുടെ ഭരണകാലത്താണെന്ന് എനിക്ക് തോന്നുന്നു, പൃഥ്വിരാജ് ചൗഹാൻ അദ്ദേഹത്തെ ഇതുപോലെ ചതിവിൽപ്പെടുത്തി, അവർക്ക് നേരിട്ടുള്ള യുദ്ധമൊന്നും അറിയാമല്ലോ, ചതിവിൽപ്പെടുത്തി. ശത്രുവിൻ്റെ ചതിവ് മനസ്സിലാക്കാതിരിക്കുന്നതും യുദ്ധതന്ത്രത്തിൻ്റെ വീഴ്ചയാണ്. അതിൽ അവിടെ ചെന്നു കൊണ്ടുപോയി. അങ്ങനെ ഇദ്ദേഹം തടവിലായി എന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രി അറിഞ്ഞു. തൻ്റെ രാജാവിനെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം, അല്ലെങ്കിൽ ആ അധമൻ്റെ കൈകൊണ്ട് അദ്ദേഹം മരിച്ചുകൂടാ എന്ന് തീരുമാനിച്ച് ഇദ്ദേഹം ഒരു നാടോടിയുടെ വേഷം കെട്ടി അവരുടെ കൊട്ടാരത്തിൽ ചെല്ലുകയും അകത്ത് പെർമിഷൻ മേടിക്കുകയും അങ്ങനെ സംസാര മധ്യത്തിൽ പറഞ്ഞു, പൃഥ്വിരാജ് ചൗഹാനെ പോലെ അസ്ത്രവിദ്യയിൽ അതിനിപുണനായവൻ ഈ നാട്ടിലേ ഇല്ല, എന്തിനാ അദ്ദേഹം കണ്ണുമൂടി കെട്ടിക്കൊണ്ട് പോലും അമ്പ് ചെയ്യാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ ഒരു പൊട്ടിച്ച് കളഞ്ഞിരുന്നു. അന്നും ഒരുപോലെയാണ് ക്രൂരത. അപ്പം ഇയാൾക്കത് കൊണ്ടു. അത്ര വൈദഗ്ധ്യമോ? അതെ, എനിക്കൊന്ന് തെളിയിച്ച് എനിക്ക് കാണണം. ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഉത്തരേന്ത്യ പോയ കോട്ട നമുക്ക് കാണാം. മുകളിലെ തട്ടിൽ ആണ് ഇദ്ദേഹം ഇയാൾ കയറിയിരിക്കുന്നത്. താഴെ നിർത്തി ശബ്ദം കേട്ട ദിക്കിലേക്ക് കൃത്യമായിട്ട് അമ്പ് ചെയ്യിക്കണ ഇത് പറയണമെന്ന്. ഒപ്പത്തേക്കും ഇദ്ദേഹം വന്നു. ഇദ്ദേഹം ഈ പൃഥ്വിരാജൻ്റെ അന്ധനായി കണ്ണു കുത്തി പിടിച്ചല്ലോ, മൂടി കെട്ടി കൊണ്ടുവന്നു. ഇദ്ദേഹം അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇത് ഞാനാണ്, ശബ്ദത്തിൽ നിന്ന് ആളാരാന്ന് മനസ്സിലായി. അപ്പോൾ എന്തെങ്കിലും തന്ത്രം കൊണ്ടാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ മന്ത്രി, ഈ മുസ്ലിം ഭരണാധികാരിയുടെ മന്ത്രി പറഞ്ഞു, ഞങ്ങളിവിടെ ശബ്ദം ഉണ്ടാക്കും, അവിടെ അമ്പ് കൊള്ളിക്കണം എന്ന് പറഞ്ഞു. കണ്ണു കാണാൻ വല്ലോ. അപ്പോൾ ഇദ്ദേഹം ശബ്ദം ഉണ്ടാക്കി. ഇദ്ദേഹം അമ്പ് തൊടുത്തില്ല. എന്തുകൊണ്ടാണ് അമ്പ് തൊടുക്കാത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇദ്ദേഹം മഹാരാജാവാണ്, മഹാരാജാവിനോട് പറയേണ്ടത് വേറൊരു മഹാരാജാവായിരിക്കണം, വേറെ ആരും പറഞ്ഞ് അദ്ദേഹം കേൾക്കില്ല. ചെന്ന ഇദ്ദേഹം പറഞ്ഞു, മന്ത്രി പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം കൽപ്പിക്കുകയാണ്, ശരി നാം കൽപ്പിച്ചിരിക്കുന്നു, അമ്പ് കൊടുത്തോളും. അപ്പോൾ ശബ്ദം വന്ന് എവിടെ നിന്ന് മനസ്സിലായല്ലോ. അപ്പം ഇദ്ദേഹത്തിൻ്റെ വില്ലിൽ നിന്നും അമ്പ് പാഞ്ഞു നിന്നു, ഇവനെ തട്ടുകയായിരുന്നു. മനസ്സിലായില്ലേ? പിന്നീട് ഇദ്ദേഹം ഒരു കത്തി അധികം എടുത്തു, എന്നെ കുത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇദ്ദേഹം അങ്ങോട്ടും കുത്തി. ഇവരുടെ കൈ കൊണ്ട് നമുക്ക് മരിക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കുത്തി മരിക്കായിരുന്നു. നമ്മളുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്ന നമ്മളെ വഴി കാണിച്ച ഈ ഭാരതാംബയുടെ അഭിമാനം കാത്ത ഇത്തരം മഹാരാജാക്കന്മാരായിരുന്നു നമുക്ക് വഴിവെളിച്ചത്. അത്തരം മഹാരാജാക്കന്മാർക്ക്, ധീരന്മാർക്ക് ജന്മം കൊടുത്ത വീരമാതാക്കളായിരുന്നു ഈ ഭാരതത്തിൻ്റെ ശക്തി. അതുകൊണ്ടാണ് സത്യസായി ബാബ പറഞ്ഞു, എല്ലാ 19-ാം തീയതിയും ഇന്നു മുതൽ ഞാനൊരു പ്രഖ്യാപനം നടത്തുകയാണ്, സ്ത്രീ ശക്തി സ്വരൂപിണീ ദിനമായിട്ട് ആചരിക്കണം. സ്ത്രീ എന്നാണോ തൻ്റെ ശക്തി മറന്നത്, തൻ്റെ വൈഭവം മറന്നത്, തൻ്റെ മഹിമ മറന്നത്, അന്നാണ് ഭാരതത്തിന് അധപതനം ഉണ്ടായത്. നിർമ്മലാനന്ദ സ്വാമിയോട് ഒരിക്കലൊരു വേദിയിൽ വെച്ചൊരു ഗൃഹസ്ഥൻ ചോദിച്ചു, സ്വാമി ഇപ്പം എന്ത് നല്ല സന്യാസിമാരുണ്ടാവാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം സന്യാസിമാർക്ക് പിള്ളേരുണ്ടാവാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ സന്യാസിയല്ല. നല്ല സന്യാസി ഉണ്ടാവാത്തതിൻ്റെ കാരണം നല്ല ഗൃഹസ്ഥന്മാരില്ലാത്തത് കൊണ്ടാണ്. നല്ല ഗൃഹസ്ഥന്മാർക്കാണ് നല്ല മക്കളുണ്ടാവുക. അപ്പം ഈ ഭഗവതം പറയലോ, ഈ 4 ആശ്രമങ്ങളുടെയും നെടുന്തൂൺ എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമമാണ്. അത് അങ്ങനെ ജീവിക്കുമ്പോൾ ഇപ്പോൾ ഭാരതം എന്നും ഈ വൈഭവത്തോടെ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം
അമ്മമാരിലാണ്. അമ്മമാർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് സമാജത്തിൻ്റെ ധർമ്മവുമാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇത്യുക്തോ മുനിനാ ശീഘ്രം ബാണമുത്പാട്യദേഹതഃ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശരീരത്തിലെ അമ്പൊന്ന് പറിച്ചു കളയൂ, വേദന എടുത്ത് എനിക്ക് വല്ലാതെ ആവുന്നു, എൻ്റെ പ്രാണം പോകട്ടെ എന്ന് പറയുമ്പോൾ ഇതി ഉക്ത ഇങ്ങനെ പറഞ്ഞപ്പോൾ മുനിനാ ശീഘ്രം ബാണമുത്പാട്യദേഹതഃ. ആ ശരീരത്തിലും രാജാവ് അമ്പ് പറിച്ചെടുത്തു. സജലം കലശം ധൃത്വാ ഗതോഹം എത്ര ദമ്പതി. ആ ദമ്പതിമാരിയ്ക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ഈ ജലകുംഭം എടുത്തുകൊണ്ട് ധൃതിയിൽ ചെന്നു. കൗസല്യയുടെ കഥ പറയാണ്. അതിവൃദ്ധാവന്തദൃശു ക്ഷുത്പിപാസാർദിതോ നിശി നയാതി സലിലം ഗൃഹ്യ പുത്രക്കിം വാത്ര കാരണം അനന്യഗതികൗ വൃദ്ധോ ശോചോ തൃട്പരിപീഡിതോ ആവാം ഉപേക്ഷതേ കിം വാ ഭക്തിമാനാവയോ സുതഃ ഇതി ചിന്താ വ്യാകുലോദൗ മത്പാദന്യാസജം ധ്വനിം ശ്രുത്വാ പ്രാഹാ പിതാ പുത്ര കിം വിളംബ കൃതസ്ത്വയാ. നാശ്ലോകം ഒന്നിച്ചാണ് അന്വയിക്കണേ. ദേഹ്യവ്യയോ സുപാനീയം പിബത്വമഭിപുത്ര ഇത്യേവം ലഭതോർഭീത്യ സകാശമഹം ശനൈ. ഈ വൃദ്ധന്മാർ രണ്ടുപേരും അതിവൃദ്ധോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ പത്രത്തിൽ അതി കണ്ടില്ലേ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതെന്ത് ദാരിദ്ര്യ? കഞ്ഞി കുടിക്കല്ല. അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ കഞ്ഞിന്ന് കേട്ടിട്ടുണ്ടാവില്ല എന്നായിരിക്കില്ല അർത്ഥം. എന്താണോ ഓരോ വാക്കുകൾ ഉപയോഗിച്ച് നമ്മളെ വിഡ്ഢികളാക്കണേ. അതിൻ്റെ പരസ്യം കൊടുക്കണമെങ്കിൽ രൂപയാണേ. ഇത്ര പത്രത്തിലാണ് വന്നേ. ആ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ 4 പേരുടെ വീട്ടിൽ എന്തുകൊണ്ടേ കൊടുക്കാം, അരി കൊണ്ടേ കൊടുക്കാം. ഒന്നുമില്ലാത്ത നമ്മുടെ മഠം, നമ്മളിവിടുത്തെ അമ്മമാർ നിങ്ങളെല്ലാവരും സഹകരിച്ചിട്ട് നമ്മളൊരു 10-120 വീട്ടിൽ എല്ലാ മാസവും 1-ാം തീയതിക്ക് 5-ാം തീയതിക്ക് എടുക്കും. അവർക്കൊരു മാസത്തിലുള്ള ആഹാരം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും കഴിഞ്ഞാൽ ഈ അതിദാരിദ്ര്യം എന്നിപ്പോൾ എന്നെ അറിയാൻ മേല, അതുണ്ടാവില്ല. കാരണം ഈ ഭൂമി ഈ മക്കൾക്ക് വേണ്ടതെല്ലാം തന്നിട്ടുണ്ട്. അത് എല്ലായിടത്തും ഒരുപോലെ എത്തണം എന്ന് സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് ഭരണാധികാരിയാണ്. അപ്പോൾ അയ്യപ്പനായിട്ട് അവിടെ നിൽക്കണം. അയ്യപ്പൻ്റെ കട്ടിളക്കിക്കൊണ്ട് പിന്നെ അയ്യപ്പൻ എങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റും? അപ്പോൾ ഇത് വെച്ചപ്പോൾ അയ്യപ്പനെ നോക്കാനുള്ള കരുത്തില്ലെന്ന് വെച്ചു. അയ്യപ്പൻ തന്നെ അത് നമ്മുടെ രാമകൃഷ്ണദേവൻ്റെ അടുത്ത് എന്നാലും അമ്മയുടെ സ്വർണം കട്ടുകൊണ്ട് പോയിട്ട് അമ്മ അത് കണ്ടുകൊണ്ടിരുന്നല്ലോ എന്ന് ശ്രീരാമകൃഷ്ണനോട് മധുരവിശ്വാസം പറഞ്ഞു. ശപ്പൻ, നിൻ്റെ സ്വർണം എൻ്റെ അമ്മയ്ക്ക് മണ്ണാങ്കട്ടയാ. അമ്മയ്ക്കല്ല സ്വർണം, അയ്യപ്പനല്ല സ്വർണം, ഭക്തന്മാർക്കാണ്. എങ്ങനെ? ഇപ്പോൾ നമ്മളവിടെ ഹോള് പണിതു, അവിടെ ഇരിക്കാൻ പോണ രാമനാണോ ഹനുമാൻ സ്വാമിയാണോ? അവരാ ശ്രീകോവിലിൻ്റെ അകത്ത് പഴയ ചൂടൊക്കെ സഹിച്ച് തന്നെ ഇരിക്കണേ. അകത്ത് കയറുന്ന തിരുമേനിമാരോട് ചോദിച്ചറിയാം എൻ്റെ അകത്ത് ചൂടെന്താന്ന്. ഒരിക്കൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ എടുക്കുക, ഒരിക്കൽ ശ്രീകോവിലിൽ കയറാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നവീകരണ കലശത്തിൽ. ഇന്ന് വിളക്ക് കത്തിക്കാത്തപ്പോൾ അതിൻ്റെ ചൂട് ഭീകരമായിരുന്നു. അപ്പോൾ വിളക്കൂടെ കത്തിച്ചാലോ? അപ്പോൾ നമ്മളിപ്പോൾ ഏത് AC ഇട്ടാലും ആ പൂജാരിയും ദേവനും ഇരിക്കുന്നത് ആ ചൂട് തന്നെയാണ്. അപ്പോൾ ഇത് പണിത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ പറയണ ഭഗവാന്റെ അവിടെ ഒരു മന്ദിരം പണി, അപ്പോൾ അല്ല ഹോള് പണിയാ. ഭഗവാന്റെ അടുത്തുള്ള മന്ദിരം നമുക്കിരിക്കാനാണേ, അല്ലേ? അവിടെ എന്ത് ദേവകാര്യത്തിൽ ചെയ്താലും അനുഭവിക്കുന്നത് നമ്മളാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്കുണ്ടാക്കിയ സാധനം സംരക്ഷിക്കാനുള്ള കരുത്ത് നമുക്കില്ലെങ്കിൽ പിന്നെ ഈശ്വരനെന്താ? ഇതര സമ്പ്രദായത്തിലുള്ള നമ്മുടെ ഈശ്വര സങ്കല്പം. നമ്മൾ ധർമ്മം ചെയ്യേണ്ട രീതിയിൽ ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ധർമ്മമാണ് നമ്മൾ രക്ഷിക്കണത്. ഭഗവാൻ ധർമ്മസ്വരൂപനായിട്ട് വരികയാണ് രക്ഷിക്കാൻ. ഈശ്വരൻ്റെ രൂപം കാലത്തിൻ്റെ രൂപമാണ്, ധർമ്മത്തിൻ്റെ രൂപമാണ്, സ്നേഹത്തിൻ്റെ രൂപമാണ്. പിന്നെയോ ഭീകരതയുടെ രൂപം ഭഗവാന്റെ തന്നെയാണ്. നമ്മൾ അർഹിക്കുന്ന വിധത്തിൽ ഹിരണ്യാക്ഷം വിളിക്കണ പോലെ അല്ല ഹിരണ്യകശിപു പോലെ വിളിക്കണ പോലെ നമ്മൾ ഭഗവാനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ വരും, മടി പിടിച്ചെടുത്തും വയറ് കീറും, അനുഗ്രഹിക്കും.
അങ്ങനെ അനുഗ്രഹിക്കുകയല്ലായിരുന്നു. പൂതനെ പോലെയാണ് ഈ ഭഗവാൻ പിടിച്ച് കെടുത്തും വലിച്ചു കുടിച്ചു കൊല്ലും. പ്രഹ്ലാദനെ പോലെയാണ് ഈ ഭഗവാൻ കയ്യിലെടുത്തുകൊണ്ട് പാട്ടുപാടി അനുഗ്രഹിക്കും. വിളിച്ചതിൻ്റെ വ്യത്യാസമാണ്. വന്നത് ഒരാളാണ്, വേഷം ഇച്ചിരി മാറി വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ധർമ്മം രക്ഷിക്കുക, ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുക, അധർമ്മം കാണുന്നിടത്ത് ചോദിക്കാനുള്ള ഉൾക്കരുത്തുണ്ടാവുക. അത് അമ്മമാരോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം ശബരിമലയിൽ എന്ന നാമജപ യുദ്ധത്തിലൂടെ അയ്യപ്പസ്വാമിയെ സ്വസ്ഥമാക്കിയിരുത്തിയത് ഇവിടുത്തെ അമ്മമാരുടെ ശക്തിയാണ്. അതിൻ്റെ വീര്യം മുഴുവനും കിട്ടിയത് നിരന്തരമായ നാരായണീയ പാരായണത്തിലൂടെ അമ്മമാർക്ക് ലഭിച്ച ഒരു സനാതന ധർമ്മത്തിൻ്റെ സംസ്കാരമായിരുന്നത്. ആലോചിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും. അത് ഈ അതിവൃദ്ധൻ കണ്ടപ്പോൾ പറഞ്ഞു പോയാ അതിവൃദ്ധവും ക്ഷുത്പിബ. വിശപ്പുണ്ട്, ദാഹമുണ്ട്. പിന്നെ സാർദിതോ അന്ധദൃശ്യു, തളർന്നിരിക്കുകയാണ്, കാഴ്ചയില്ല. അങ്ങനെയുള്ളവർ നിശി രാത്രിയിൽ സലിലം ഗ്രഹ്യപുത്ര, എന്ത് ഈ വെള്ളമായിട്ട് എൻ്റെ കുഞ്ഞു വരാത്തത്? ഞാൻ ആയാതി അത്ര കിംവാ കാരണം, എന്താ എൻ്റെ കുഞ്ഞു വരാത്തത്? എപ്പോഴായി വെള്ളം കൊണ്ടുവരാൻ പോയിട്ട് എത്ര നേരമായി? നമ്മൾ വൃദ്ധരായിട്ടിരിക്കുകയല്ലേ? ഇന്നിങ്ങനെ ഇവർ പരസ്പരം പറഞ്ഞ് പരിഭ്രമിച്ച് ഇരിക്കുകയാണ്. അനന്യഗതികൗ വൃദ്ധോ തൃത്പരിപീഡിതൗ, നമ്മൾ ഗതിയില്ലാത്തവരാണ്, വൃദ്ധരാണ്, തൃത്പരിപീഡിതൗ, ദാഹത്താൽ വലഞ്ഞ് ഉഴലുകയാണ്. അങ്ങനെയുള്ള നമ്മളുടെ ദയനീയമായ അവസ്ഥയിൽ അവയോ ഭക്തിമാൻ സുധാ കിം ഉപേക്ഷദേവ, ഏതോ അച്ഛനമ്മയ്ക്ക് ഉണ്ടാവുന്നില്ലേ? ഇനി നമ്മളവർക്ക് മടുത്ത് കാണോ കുഞ്ഞിന്? അവൻ ഇട്ടിട്ട് പോയതായിരിക്കോ? ഇപ്പം അങ്ങനെ കൂടെ ഒരു സംസ്കാരം വരുന്നുണ്ട്. ഗുരുവായൂരിൽ വൈകുന്നേരം കണക്കെടുക്കുമ്പോൾ ചിലപ്പോൾ ചില അമ്മമാരുടെ എണ്ണം കൂടുതൽ, ഭണ്ഡാരത്തിലല്ല, പുറത്ത്. എന്നറിയോ? തൊഴിക്കാൻ കൊണ്ടുപോയതാ. ഇവിടെ ഒന്നും ഇപ്പോൾ വന്നേക്കാന്ന് പറയും. പിന്നെ മക്കളില്ല. ഉത്തരേന്ത്യയിൽ ധാരാളം നടക്കുന്നുണ്ട്. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന് പഠിപ്പിച്ച നാട്ടിലാണ് സംഭവിച്ചത്. എങ്ങനെ സംഭവിച്ചു? നമ്മളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് നമ്മുടെ മക്കൾ കണ്ടിട്ടില്ല എങ്കിൽ അവരിലേക്ക് എങ്ങനെ ഈ സന്ദേശം ചെല്ലും? അപ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ പഠനകാലത്തല്ലേ അണുകുടുംബം, സ്വകാര്യ ജീവിതം. എന്തോന്ന് ഈ സ്വകാര്യ ജീവിതം? അതിപ്പോൾ ഈ ഇദ്ദേഹം ഒരു സ്വകാര്യത ആകെ വേണ്ടത് ബാത്റൂമിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ജഗ്വാസ് വരും. എന്തോന്ന് സ്വകാര്യതയാണ്? അത് ബാത്റൂമിൽ പോകുമ്പോഴല്ലേ ഉള്ളൂ. പിന്നെന്തോന്ന് സ്വകാര്യതയാണ് വേണ്ടത്? നമ്മൾ ഈ സ്വകാര്യത വേണം എന്ന് പറഞ്ഞ് ആപ്പാടെ 25 സെൻറ്റ് ഉള്ളവൻ്റെ അടുത്ത് 5 വീടും വെച്ചു. പിന്നെ കപ്പാടാൻ പോലും സ്ഥലമില്ല. ഏട്ടോ ഓരോ വീട്ടിൽ ആരും ഇല്ല. അങ്ങനെയും കൂടെ ഇല്ലേ? നോക്കാനാളില്ല. നമ്മുടെ ഒരു വലിയ ഗംഭീരമായ കുടുംബ വ്യവസ്ഥയാണ് ആധുനിക വിദ്യാഭ്യാസം എന്ന പേരിൽ നമ്മൾക്ക് കിട്ടിയപ്പോൾ നഷ്ടപ്പെട്ടതൊരു മഹാനിധിയാണ്. കാലത്തിനനുസരിച്ച് മാറാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അത് മർമ്മത്തിൽ തൊട്ടുകൊണ്ടായിരിക്കരുതെന്ന് മാത്രം. എത്ര കാലം മാറിയാലും സൂര്യനെപ്പോഴും കിഴക്ക് തന്നെയല്ലേ ഉദിക്കണത്. അതൊന്നൊരു ചേഞ്ച് ആയേക്കെന്ന് മൂപ്പര് വിചാരിച്ചിട്ടുണ്ടോ? അപ്പം മാറേണ്ടതും മാറേണ്ടാത്തതുമായ കാര്യമുണ്ട്. ശ്രുതി സ്മൃതി, ഇത് സനാതനമായ തത്വം, അതിന് മാറ്റം പാടില്ല. ആ സനാതനമായ മാറ്റത്തിൻ്റെ മുകളിൽ കാലികമായ മാറ്റം വേണം താനും, അല്ലെങ്കിലും അപകടമാണ്. ഇത് രണ്ടും ഗംഭീരമായി ഉൾക്കൊണ്ടൊരു സംസ്കാരമാണ് ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ തകർത്തത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയാണ്. നമ്മളെ ഭക്തിമാൻ സുതക, നമ്മുടെ കുഞ്ഞു ഭക്തി ഉള്ളവനല്ലേ? നമ്മൾ ഇട്ടിട്ട് പോയോ? കിം ഉപേക്ഷദേവ ഇതിതൗ ചിന്താവ്യാകുലോ, കാരണം പോയിട്ട് വരേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാത്തോണ്ടാണ് ഇങ്ങനെ അവർ വിഷമിച്ചിരിക്കുമ്പം മത്പാദനാസജം ശ്രുത്വാ, എൻ്റെ പാദപതന ശബ്ദം കേട്ടു അവർ. ഇത് ദശരഥൻ ദൈവത്തോട് പറയുന്ന കഥയാണ്. എന്നിട്ടോ പിതാപ്രാഹ, ആ വൃദ്ധനായ പിതാവ് ചോദിച്ചു,
പുത്രാ ത്വയാ കിം വിളംബകൃത, എന്താ മക്കളെ നീ ഇത്ര താമസിച്ചു പോയത്? ഞങ്ങൾ വിഷമിച്ചിരിക്കുകയല്ലേ. ആവയോ സുപാനീയം ദേഹി, കുറച്ച് വെള്ളം തരൂ. പുത്രഹ ത്വം അഭിപ്പിബ, എന്നിട്ട് നീയും കുടിക്കൂ. അച്ഛൻ്റെ വാത്സല്യം നോക്കൂ. ഇങ്ങനെ പറഞ്ഞു. ഇത് ഏവലപതോ, ഇങ്ങനെ പുലമ്പുന്ന, ഇങ്ങനെ പറയുന്ന അവരോട് സാകാശം ശനകൈഹി, പതുക്കെ അവരുടെ അടുത്തേക്ക് അഹം അഗമം, ഞാൻ മെല്ലെ ചെന്നു. പാതയോ പ്രണിപത്യാഹം അബ്രവൻ വിനയന്നിതഃ, അബ്രവം വിനയന്നിതഃ നാഹം പുത്രസ്ത്വയോധ്യായ രാജാ ദശരഥോസ്മ്യഹം. ദശരഥൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. മോനെ മോനെ എന്ന് വിളിക്കുമ്പം ഞാൻ അങ്ങയുടെ മകനെ കൊന്നു എന്നല്ലേ പറയേണ്ടത്. പാതയോ പ്രണിപത്യ, അവരുടെ പാദങ്ങളിൽ ഞാൻ വീണു. എങ്ങനെ? അഹം വിനയത്തോടുകൂടി ആ പാദങ്ങളിൽ വീണിട്ട് അബ്രവം, ഞാൻ അറിയിച്ചു. എന്തറിയിച്ചു? അഹം തു ന പുത്ര, ഞാൻ അങ്ങയുടെ പുത്രനല്ല. അഹം അയോധ്യായാ രാജാ ദശരഥ അസ്തി, ഞാൻ അയോധ്യ രാജാവായ ദശരഥനാണ്, അങ്ങയുടെ പുത്രനല്ല ഞാൻ. പാപോഹം മൃഗയാസക്ത രാത്രോ മൃഗവിഹിംസക ജലാവതാരദൂരേഹം സ്ഥിത്വാ ജലഗതം ധ്വനിം ശ്രുത്വാഹം വേദിത്വാദേകം ബാണമധത്യജം ഹതോസ്മീതി ധ്വനിം ശ്രുത്വാ ഭയാ തത്രാഹമാഗതഃ. ഞാൻ കഠിനമായൊരു പാപം ചെയ്തു. പാപക അഹം, ഞാൻ വലിയ പാപം ചെയ്തു. എന്താണ്? രാത്രിയിൽ മൃഗയാസക്ത, നായാട്ടിനുള്ള ആഗ്രഹം കൊണ്ട് മൃഗങ്ങളെ കൊല്ലാനായിട്ട് ഞാൻ ജലാവതാര ദൂരെ, ആ വെള്ളമൊഴുകുന്ന നദിയുടെ തെല്ലകലെയായി മാറി നിന്നു. കണ്ടോ? ജലഗതം ധനിം ശ്രുത്വ, വെള്ളം കുടിക്കുന്നത് പോലെയുള്ള ശബ്ദം കേട്ട്. അപ്പോൾ ആന തുമ്പിക്കൈയിലെടുക്കുമ്പോൾ കുടകുടകുടാതെ ശബ്ദം കേൾക്കുമല്ലോ, അതിനെ കുടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവുക. രണ്ടും കുടലിലേക്ക് ഇറങ്ങണ പോലെയല്ലേ. ആ ശബ്ദം കേട്ടപ്പം ഏകം ബാണം അത്യജം, ഒരൊറ്റ ബാണം തൊടുത്തു. എങ്ങനെയുള്ള ബാണം? ശബ്ദവേദിത്വാത്, ശബ്ദവേദിയായ, ശബ്ദത്തിൽ നിന്ന് വരുന്നതിനെ വേദിക്കുന്ന ആ സ്ഥലത്ത് കൊള്ളുന്ന ബാണത്തെ ഞാൻ വിട്ടു. അധ ഹത ഹസ്തി, അപ്പോൾ എന്നെ കൊന്നേ എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഇതി ധനിം ശ്രുത്വ ഭയാ തത്ര ആഗതഃ, ഇത് കേട്ടപ്പോൾ ഭയത്തോടുകൂടി ഞാൻ അവിടെ ഓടിച്ചെന്നു. ജഡാം വികീര്യപതിതം ദൃഷ്ട്വാഹം മുനിതാരകം ഭീതോ ഗൃഹീത്വാ തത്പാദൗ രക്ഷരക്ഷേതി ചബ്രവം. അവിടെ ജഡാ വികീര്യപതിതം, അവിടെ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന ജഡയൊക്കെ അഴിഞ്ഞ് ചിതറി. ദൃഷ്ട, ഞാൻ കണ്ടു. അഹം, ഞാൻ കണ്ടു. മുനിതാരകം, മുനികുമാരനെ കണ്ടു ഞാൻ. ഭീതോ ഗൃഹീത്വ തത്പാദോ, ആ കുമാരൻ്റെ പാദത്തിൽ ഞാൻ പിടിച്ചു ഭയന്ന്. രക്ഷരക്ഷേദിച്ച അബ്രവം, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. അപ്പം ശരീരം പോകുന്നതിനേക്കാൾ ഭീകരമാണ് തപസ്വിയായ ഒരാളെ ഉപദ്രവിക്കുന്നത്. ഏത് കാര്യത്തിലും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ എന്താണെങ്കിലും ചെയ്യുന്നത് മഹാപാതകങ്ങളിൽ ഒന്നാണ്. അത് അമ്പേറ്റ് കിടക്കുന്നവനോടാണ് പറഞ്ഞത് എന്നെ രക്ഷിക്കണേ എന്ന് പറയണത്. ആ വ്യക്തിയിലുണ്ടാവുന്ന ദുഃഖം പോലും തൻ്റെ വംശനാശകമായി മാറും. വംശവൃക്ഷത്തെ തന്നെ ദഹിപ്പിച്ച് കളയുന്ന അറിവുള്ള ദശരഥനറിയാം. എന്നുള്ള അറിവുള്ള ദശരഥൻ എന്ന് പറയാൻ, ഇന്ന് നമ്മുടെ ദശരഥൻ്റെ സ്ഥാനത്താണല്ലോ നമ്മുടെ മന്ത്രിമാരൊക്കെ ഇരിക്കണേ, ഭരണം. ഈ ധർമ്മത്തിൽ തൊട്ടാൽ കൈയെങ്ങനെ പൊള്ളും എന്നുള്ളത് അറിയാമെങ്കിൽ കട്ടളപ്പടിയോടെ ഇരിക്കും. നമ്മുടെ ആചാര്യന്മാർ പറയും, നമ്മൾ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് കൊണ്ടിടും, ചുറ്റൊന്നും വേണമെന്നില്ല. ഭഗവാനെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുണ്ടാവും? ഈ ജന്മത്തിൽ ഇപ്പോൾ ചുമക്കാൻ മേലാത്ത ഒക്കെ കൂടി കറക്കി കുത്തി അവിടെ ഇടറേ. ഭഗവാൻ അത് മേടിച്ച് അപ്പം തന്നെ ഫയലൊക്കെ തിരിച്ചു വയ്ക്കും. എന്താ ഇത് ഇന്ന പ്രശ്നം, ഇതിങ്ങനെ പരിഹരിച്ചേരെ, എന്താവട്ടെ നമ്മുടെ അടുത്ത് വന്നല്ലോ, ഈ ഫയലൊക്കെ എഴുതുമ്പോഴാണ് അടുത്തവൻ വന്ന് ഇത് പൊളിക്കാൻ ചെല്ലണേ. അപ്പോൾ ഭഗവാന്റെ സന്തോഷം എന്താ അറിയോ? ഇനി ഇത് ഞാൻ ചുമക്കണ്ടല്ലോ, ഈ കറക്കിയിട്ട സാധനേ. ഭഗവാനെ പറ്റി സ്വർണ്ണവും വെള്ളിയൊന്നും പ്രശ്നമല്ല. പിന്നെ എന്താ ഭഗവാനെ സംബന്ധിച്ചുള്ള പ്രശ്നം ഇതാണ്, ഇവൻ കൊണ്ടേ ഇട്ട ചുമടാണ്. അത് ഭഗവാൻ അനുഭവിച്ചു തീർക്കണം.
രാമകൃഷ്ണദേവൻ്റെ തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് അവിടത്തെ ആശ്രയിച്ചവന് അവിടെ നിന്ന് അനുഗ്രഹിച്ചപ്പം ആ തിരുശരീരത്തിൽ കയറിപ്പറ്റിയ പ്രാരബ്ധങ്ങളാണ്. രമണ ഭഗവാന്റെ കൈ 4 പ്രാവശ്യമാണ് സർജറി എടുത്ത്. 5ാമത്തെ പ്രാവശ്യം കൈ മുറിച്ച് കളയാൻ പരിപാടി ഇട്ടു. അവർ സാർക്കോമയായിരുന്നു, ക്യാൻസറായിരുന്നു. രമണ ഭഗവാൻ എന്ത് പ്രാരബ്ധ നമ്മളൊക്കെ കൊണ്ട് വച്ചു കൊടുക്കുന്ന സാധനമാണ്. രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ കാരുണ്യം വരുമല്ലോ. അപ്പോൾ നോക്കില്ലേ, അവിടെ ചെന്നപ്പോൾ ഒരു സമാധാനമായി. എവിടെ നിന്നാണ് കിട്ടിയത് ഈ സാധനം? നമ്മൾ കൊണ്ടുപോയ ചുമട് ഇവിടെ വച്ചോളാൻ പറഞ്ഞു. ആ ചുമട് ആരെങ്കിലും അനുഭവിച്ചു തീർക്കണം. ഇനി വിട്ടുവീഴ്ചയൊന്നുമില്ല. അതവർ കാരുണ്യം കൊണ്ട് ചെയ്യുകയാണ്. ഏത് മഹാപുരുഷൻ്റെ ജീവിതം എടുത്ത് നോക്കിക്കോളൂ. അവസാന വേളയിൽ അവരനുഭവിക്കുന്ന ശാരീരിക പീഡനങ്ങൾ കാണാം. അതവർക്ക് വേണ്ടാന്ന് വയ്ക്കാവുന്നതാണ്. അവരത് വേണ്ടാന്ന് വെച്ചാൽ എന്ത് പറ്റും? ഈ സാധനം റിട്ടേൺ വരും, ബൂമറാങ് പോലെയാണ്. തൽക്കാലത്തേക്ക് വേണ്ടി നമുക്ക് അവിടെ കൊണ്ടിട്ട് നമ്മളൊന്നും മാറ്റിക്കാം. പിന്നെ അവൻ നമ്മളെ തപ്പി വരും, ഞാനിവിടെ ഉണ്ടട്ടോ എന്ന് പറയും. ഏതുപോലെ 100 പൈക്കളുടെ അടുത്ത് പൈക്കളുടെ കൂട്ടത്തിൽ അതിൻ്റെ പൈക്കുട്ടി അതിൻ്റെ അമ്മയെ തപ്പി പിടിക്കുന്നത് പോലെ നാം ചെയ്ത ഓരോ കർമ്മവും നമ്മളെ അന്വേഷിച്ച് വരും. ഇപ്പോഴത്തെ അഡ്രസ്സൊക്കെ മാറിപ്പോയി നോക്കട്ടെ. ഏതാ? ഇവിടുത്തെ നാട്ടിലെ അഡ്രസ്സല്ല, മരിച്ചു കഴിയുമ്പോൾ അഡ്രസ്സ് മാറുമല്ലോ. പിന്നെ പുതിയ അഡ്രസ്സ് എവിടെയല്ലേ? ആ അഡ്രസ്സിൽ ഇങ്ങനെ വരും. അത് കറക്റ്റാണ്. ഇത് ഇസ്രായേലിൻ്റെ മിസൈൽ പോലെയാണ്. മിസൈലിന് നാളും നക്ഷത്രം എഴുതി വിടണമെന്ന് പറയാം. അവൻ അവിടെ ചെന്നേ പൊട്ടുള്ളൂ എന്നാണ് പറയണേ. ഇത്ര ഇതാണ്, കൃത്യമാണ്. അതുപോലെയാണ് ഈ കർമ്മഫലം ഉപയോഗിച്ചിരിക്കുന്ന ഉദാഹരണം ഇതാണ്. പക്ഷെ അവരത് അനുഭവിച്ച് തീർക്കും. സത്യസായിബാബയുടെ അടുത്തൊരു കുട്ടിയുണ്ടായിരുന്നു. ഇന്ന് ഭയങ്കര ആസ്മയുടെ ശല്യം. ഇവനെന്നും സ്വാമിയോട് പറയും, സ്വാമി ഒന്നും മിണ്ടാണ്ട് പോകും. ഒരു ദിവസം ഇവന് ശ്വാസം വിടാണ്ട് അന്ന് ദർശനത്തിന് പോയില്ല. പിന്നെ ആ പടത്തിലേക്ക് നോക്കിയിട്ട് സ്വാമിയുടെ മൂക്കിൻ്റെ അവിടെ കൈ വെച്ചു. എൻ്റെ കഷ്ടപ്പാട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കഷ്ടപ്പാടെ കാണിച്ചു തരാറുണ്ട്. സ്വാമിയുടെ മൂക്കയിലേക്ക് പിടിച്ചു. ആ സമയം പ്രശാന്ത് ഇരുന്ന് സ്വാമി ഇങ്ങനെ കാണിച്ചു. അവൻ്റെ സുഹൃത്തും അവൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ആ നിമിഷം എൻ്റെ ആസ്മ മാറി. പക്ഷെ ആ ഏതാനും സെക്കൻഡുകളിൽ ആരത് അനുഭവിച്ചു? പിന്നീട് ചോദിച്ചു പറഞ്ഞു, ഞാൻ ചിത്രത്തിൽ ഉണ്ട് എന്ന ഉറപ്പ് അവനുണ്ടായില്ലേ? ഇപ്പം നമുക്ക് ഈ തിരുനട ചെല്ലുമ്പല്ലേ പേടിയുള്ളൂ. എൻ്റെ അർത്ഥം എന്താ? അവിടെ അവരിരിപ്പുള്ളൂ എന്നുള്ളതുകൊണ്ടല്ലേ. നമ്മൾ സ്വയം ഇവിടെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ എല്ലായിടത്തും നമ്മൾ മര്യാദയ്ക്ക് നടക്കുകയുള്ളൂ. നട ഭഗവാൻ ഇരിക്കണു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എവിടെ മാത്രമേ ഉള്ളൂ, നട അടച്ച പിന്നെ നമ്മളെ കാണുന്നില്ല എന്നുള്ളതാണ്. എല്ലായിടത്തും അവിടെ നിന്ന് ഇരിക്കുന്നു. എല്ലായിടത്തും സർവദോക്ഷ ശിരോമുഖം, എല്ലാ കണ്ണുകളിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് അറിവുണ്ടാവുമ്പം നമ്മൾ റോഡിൽ കൂടെ കാർ ഓടിക്കണ പോലെ ഇരിക്കും. CCTV അല്ലേ, ക്യാമറ എടുത്തുമ്പോൾ എത്ര ഭയഭക്തി ബഹുമാനത്തിൽ നമ്മളെ ക്യാമറ വണ്ടി ഓടിക്കണേ. കാരണം എന്താ? നമ്മളെ കാണുന്നുണ്ട്. മറ്റേ അങ്ങേരെ പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോവും. ശരിയല്ലേ? അപ്പം ഈ പൈസ പോകുമ്പോൾ അത്രയും പേടിയാണെങ്കിൽ ഇതിന് വേറെ 2 കാണുന്നുണ്ട്. ഇതൊക്കെ രേഖപ്പെടുത്തിയൊക്കെയുണ്ട്. അദ്ദേഹത്തിന് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. ആർക്ക്? ഭഗവാൻ ചെയ്തതിൻ്റെ നമ്മൾ അനുഭവിക്കണം. ഈ കർമ്മഫലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ട് എങ്കിൽ ഓരോരുത്തരൊന്നും ചെയ്യാൻ പറ്റില്ല. പള്ളിക്കാവ് ചെന്നപ്പോൾ അമ്മ പറഞ്ഞ്, സ്കൂളിൽ ചെന്നിട്ട് മക്കളെ ഈ കർമ്മഫലം മാത്രം കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കൂ. മുതിർന്നവരോട് ഇത് മാത്രം പഠിപ്പിച്ചാൽ മതി. ലോകരക്ഷയ്ക്ക് ഇതൊന്നും മാത്രം മതി. തൊട്ടാ പൊള്ളും. പിന്നെ തൊടുവോ? അപ്പം ഇവിടെ ഞാൻ എന്നിട്ടും ഇത് അറിഞ്ഞിട്ടും പിന്നെ എന്താ അങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചു. എടാ അതെ, ആ കർമ്മഫലത്തിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള ഉറപ്പില്ലായ്മയാണ്. അതെങ്ങനെയാ ഞങ്ങൾക്കറിയാലോ. അപ്പോൾ അമ്മ പറഞ്ഞ ഉദാഹരണമാണ്, ചുട്ടുപഴുത്ത ഇരുമ്പ് തൊടുവോ? ഇല്ല. എന്നാ കാരണം? പൊള്ളും. ആർക്കറിയാം? അവനറിയാം. അപ്പം തന്നെ റിസൾട്ട് ഉണ്ട്. ചില കർമ്മങ്ങളുടെ റിസൾട്ട് വരാൻ കുറച്ച് വൈകും. ഈ കർമ്മഫലം വൈകുന്നത് കൊണ്ട് അതില്ല എന്നീ മണ്ടം വിചാരിക്കും. എന്നിട്ടിപ്പോൾ അവൻ എന്നാ പറ്റിയെന്ന് ചോദിക്കും നമ്മൾ. ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളതേ, ഇപ്പോൾ 2 ചേട്ടന്മാരകത്ത് കിടപ്പില്ലേ, അവരുടെ മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അച്ഛൻ പോണേന്ന് അവന് പറയാൻ പറ്റുമോ? ഇനി ആരെങ്കിലും അത് നിൻ്റെ അച്ഛനാണ്ട അങ്ങനെ പറഞ്ഞാൽ കേട്ടേന്നല്ലേ അവന് പറയാൻ പറ്റുള്ളൂ. ഇനി എത്ര തലമുറ ഇവർ ചെയ്ത ഈ മഹാ അപരാധത്തിൻ്റെ വിഴുപ്പ് ചുമക്കണം? ഇതിൽ കൂടുതൽ എന്തൊരു ശിക്ഷയുള്ളത്?
ഫിലിപ്പം പ്രസാദ് ഒരിക്കലും വേദിയിൽ വെച്ച് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യമാണ്. വേണ്ടത്ര തെളിവില്ലാത്തത് കൊണ്ട് നമ്മുടെ കോടതി എന്നെ വിട്ടു, വേണ്ടത്ര തെളിവുള്ളത് കൊണ്ട് ഈശ്വരൻ്റെ കോടതിയിൽ ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിയമത്തിൻ്റെ ഇതിൽ നിന്നൊക്കെ നമുക്ക് വിട്ടു പോരാൻ പറ്റും. പക്ഷേ എൻ്റെ ഉള്ളിൽ ശാന്തി ഇല്ല എങ്കിൽ അതിനൊക്കെ വലിയ ശിക്ഷ എന്താ ഉള്ളത് അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പം ആ കർമ്മഫലത്തിൻ്റെ അത് നല്ലതിന് നല്ലതുകൊണ്ട് ആ ധാർമ്മികമായി നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ധർമ്മത്തിൻ്റെ ഉൽപ്പന്നമാണ് ശാന്തി, സമാധാനം, സന്തോഷം. അധർമ്മത്തിൻ്റെ മറിച്ചും. അപ്പം ഈ കർമ്മഫലം ഞാൻ അതാണ് ഇദ്ദേഹം കെട്ടിപ്പിടിച്ച് കരയാൻ കാരണം. മാ ഭൈഷി ഇതി മാം പ്രാഹ ബ്രഹ്മഹത്യാഭയം നദേ മത്പിത്രോ സലിലം ദത്വാ നത്വാ പ്രാർത്ഥയ ജീവിതം. അപ്പോൾ കുട്ടി പറയുകയാണ്, ആ തപസ്സയുടെ ശക്തി നോക്കൂ. അമ്പത് കൊണ്ട് മരിക്കാൻ പോകുന്ന പയ്യനറിയാം. ഇതൊക്കെയാണ് സ്ഥിതപ്രജ്ഞത്വം എന്നൊക്കെ പറഞ്ഞ് പഠിച്ച അറിവിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി. അതാണ് ഭഗവാൻ. നമുക്കിപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എന്താ ദുര്യോധനൻ പറയാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചിലർ പറയും അങ്ങനെ ഒരു ശ്ലോകം ഇല്ലാന്ന് പറയും. ഏതാ എനിക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയാം, ചെയ്യാൻ മേലാത്ത എന്താണെന്നറിയാം, പക്ഷെ എന്നെക്കൊണ്ട് അത് വേണ്ടാത്ത ചെയ്യാതിരിക്കാൻ പറ്റണില്ല. കേനാപി ദേവേന നിയുക്തദോസി. ഏതോ ഒരാളെ എൻ്റെ ഉള്ളിലിരുന്ന് വേണ്ടാത്ത ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളും അങ്ങനെ പറയില്ലേ? ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്, പക്ഷേ ചെയ്തു പോയി. ഈശ്വരദിശയായിരിക്കും. ഈശ്വരദിശയല്ലാതെ കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ. ഗീത പറയും അത് നിൻ്റെ ഉള്ളിലുള്ള കാമം, അതിൽ നിന്ന് രജോ ഗുണം, ആ രജോ ഗുണത്തിൽ നിന്നും ജനിച്ച കാമമാണ്, അധാർമികമായ ആഗ്രഹങ്ങളാണ് നിന്നെ കൊണ്ട് വേണ്ടാത്ത ജയിച്ചത്. അത് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞോളാം. അപ്പോൾ ഇദ്ദേഹം ആ അറിവിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ആ നമ്മൾ മാ ഭൈഷി, പേടിക്കണ്ട. ഇതിമാം എന്നോട് പ്രാഹ പറഞ്ഞു. എന്നിട്ട് തോന്നു ബ്രഹ്മഹത്യാഭയന്നതേ, അങ്ങേക്ക് ബ്രാഹ്മണനെ കൊന്നു എന്നൊന്നും പേടിക്കണ്ട കേട്ടോ. കാരണം മത്പിത്രോ സലിലം ദത്വാ, ബ്രഹ്മഹത്യാഭയൊന്നും അങ്ങേക്ക് വേണ്ട, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ മാതാപിതാക്കൾക്ക് സലിലം ദത്വ, വെള്ളം കൊണ്ട് കൊടുക്കൂ, നത്വാ, എന്നിട്ട് അവരെ നമസ്കരിച്ചിട്ട് പ്രാർത്ഥയ ജീവിതം, അങ്ങയുടെ ജീവിതത്തിന് വേണ്ടി അവരോട് പ്രാർത്ഥിക്കൂ. കാരണം അവർക്ക് അതൃപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഭസ്മീകരിച്ചു പോകുന്ന ഈ കുഞ്ഞിനറിയാം, അച്ഛൻ്റെ അമ്മയുടെയും തപശക്തി അറിയാം. ഇത്യുക്തോ മുനിനാദേന ഹ്യാഗതോ മുനിഹിംസക രക്ഷേതാം മാ ദയായുക്തോ യുവാം ഹി ശരണാഗതം. അങ്ങയുടെ മകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ദശരഥൻ അവിടെ അദ്ദേഹത്തോട് അറിയിക്കുന്നത്. ഇതി ഉക്തഹ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് മുനിനാത്തേന, ആ മുനി ആഗതോ മുനിഹിംസക, ആ മുനികുമാരനെ കൊന്ന ഞാൻ ഇങ്ങനെ കൗസല്യേ ഇപ്രകാരം അദ്ദേഹത്തോട് പറഞ്ഞിട്ട് രക്ഷേതാമാം ദയായുക്തു, ദയോടുകൂടി എന്നെ രക്ഷിക്കണേ. യുവാം ഹി ശരണാഗതാം, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ആശ്രയിച്ചിരിക്കുകയാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറയുകയാണ് ദശരഥൻ. ഇത് ശ്രുത്വാ ദുഃഖാർത്തു വിലപ്യ ബഹുശോച്യതം പതിതൗ ന സുതോ യത്ര നയ തത്രാവിളംബയൻ. ഇത് ഈ ശ്രുത്വാ, ഇത് കേട്ടിട്ട്, ഈ ദുഃഖവാർത്ത കേട്ടിട്ട്, തം ബഹുശോച്യ, അവർ വളരെ ദുഃഖത്തിലാണ്ടുപോയി. വിലപ്യ പതിതൗ, വീണ് താഴെ വീണ് അവർ കരഞ്ഞു. ന സുതഹ യത്ര, ഞങ്ങളുടെ കുഞ്ഞെവിടെയാണ് കിടക്കുന്നത്, തത്ര അവിളംബയനായ നയ, താമസമില്ലാണ്ട് ഞങ്ങളെ രണ്ടുപേരെയും ഉടൻ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകൂ. ഈ കുട്ടി ഇങ്ങനെ കാവ് പോലെ വച്ച് കെട്ടി എടുത്തുകൊണ്ടാ പോണേ, ഞങ്ങളെ ഉടൻ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. തതോ നീതൗ സുതോ യത്ര മയാ തൗ വൃദ്ധദമ്പതി സ്പൃഷ്ട്വാ സുതം തൗ ഹസ്താഭ്യാ ബഹുശോധ വിലേപതു. തതഹ തൗ വൃദ്ധദമ്പതി, ആ വൃദ്ധദമ്പതികളെ ഞാൻ അതിനുശേഷം എന്തു ചെയ്തു, പുത്രൻ കിടന്ന സുതഹ എത്ര തത്ര നീതൗ, എവിടെയാണോ ആ കുഞ്ഞ് കിടക്കുന്നത് അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുപോയി.
സ്പൃഷ്ട്വാ സുതം തൗ ഹസ്താഭ്യാം, കണ്ണണമെല്ലോ ആ അച്ഛനും അമ്മയും മരിച്ചു കിടക്കുന്ന പുത്രൻ്റെ ശരീരത്തിൽ തൊട്ടറിഞ്ഞു. ബഹുശോധ ബഹുശാ വിലേപതുഹു, വളരെ അതും ഇതൊക്കെ പറഞ്ഞ് എണ്ണിപ്പറഞ്ഞ് അവർ കരഞ്ഞു. ഹാഹേതി ക്രന്ദമാനൗതൗ പുത്രാ പുത്രേത്യവോചതാം ജലം ദേഹീതി പുത്രേതി കിമർത്ഥം ന ദദാസ്യലം. അത് നിലവിളിക്കണം. ഹാ ഹാ ഇതി ക്രന്ദ, അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചുകൊണ്ട് തൗ പുത്രാ പുത്രാ, മോനെ മോനെ എന്ന് വിളിച്ചു. പുത്രാ ജലം ദേഹി, ഇനി ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരൂ. കിമർത്ഥം അലം ന ദദാസി, എന്താ നീ ഞങ്ങൾക്ക് വെള്ളം തരാത്തത്? ഇതി അവോചത, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ അച്ഛനും അമ്മയും അവിടെ കിടന്ന് കരഞ്ഞത്. തതോ മാമൂചതു ശീഘ്രം ചിതിം രജയ ഭൂപതേ മയാ തത്രൈവ രചിത ചിതിസ്തത്ര നിവേശിത ത്രയസ്തത്രാഗ്നിരുത്സൃഷ്ടോ ദഗ്ധാസ്തേ ത്രിദവം ജയൂ തതഹ മാം ഊച്ചതുഹു. അതിനുശേഷം അവരെന്നോട് പറഞ്ഞു, ഭൂപതേ ശീഘ്രം ചിതിം രചയ, ഉടൻ തന്നെ, അല്ലയോ മഹാരാജാവേ ഉടൻ തന്നെ ചിത ഒരുക്കുക. മയാ തഥാ ഏവ, ഞാൻ ഉടൻ തന്നെ ചിതിഹീരചിത, ആ ചിത അവർ പറഞ്ഞതുപോലെ ഉണ്ടാക്കി. ത്രയഹ തത്ര നിവേശിതാഹ, അവരുടെ കൽപ്പന പ്രകാരം മൂവരെയും ഞാനെടുത്ത് അതിൽ കിടത്തി, മൂന്നുപേരെയും. അഗ്നിഹി തത് ഉസൃഷ്ട, അതിനുശേഷം അവരുടെ കൽപ്പന പ്രകാരം തീ കൊളുത്തി. ദഗ്ധ തേ ത്രിദിവം യയു, അങ്ങനെ അവർ വെണ്ണീറായി മരിച്ചു. അപ്പോൾ അവരെന്തു പറഞ്ഞു? തത്ര വൃദ്ധ പിതാ പ്രാഹ ത്വമപ്യേവം ഭവിഷ്യസി പുത്രശോകേന മരണം പ്രാപ്സ്യസേ വചനാൻ മമ. തത്ര വൃദ്ധ, അപ്പോൾ ആ വൃദ്ധനായ പിതാവ് അച്ഛൻ പറഞ്ഞു, പ്രാഹ പറഞ്ഞു, ത്വം അപി ഏവം ഭവിഷ്യസി, നിനക്കും ഇങ്ങനെ തന്നെ വരും. പുത്രദുഃഖത്താൽ നീയും മരിക്കും. പുത്രശോകേന മരണം പ്രാപ്സ്യസേ വചനാത്മമാ, എൻ്റെ വാക്കിൻ്റെ പ്രഭാവം കൊണ്ട് നീയും പുത്രദുഃഖത്താൽ മരണത്തെ പ്രാപിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ജീവനോടുകൂടി ഇവർ ചിതയിലിരുന്ന് ദഹിച്ചത്. സ ഇദാനിം മമ പ്രാപ്ത ശാപകാലോ നിവാരിതഃ ഇത്യുക്താ ബിലലാബാധ രാജ ശോകസമാകുലഃ. സ ഇദാനീം മമ പ്രാപ്തഃ, ഇദാനീം മമ ഇതാ ഇതിപ്പോൾ വന്നിരിക്കണു. ഏതാ? ശാപകാലോ അനിവാര്യത, മാറ്റാൻ വയ്യാത്ത ആ ശാപകാലം ഇതാ വന്നിരിക്കുന്നു, ഞാനത് അനുഭവിക്കേണ്ട ഘട്ടമായിരുന്നു. ഇതി ഉക്ത, ഇങ്ങനെ പറഞ്ഞിട്ട് വിലലാബാധ രാജ വിലലാബ അധ, അതിനുശേഷം അവർ ഉറക്കെ കരഞ്ഞു. ശോക സമാകുലഃ, ഇങ്ങനെ പറഞ്ഞിട്ട് രാജാവ് കൗസല്യയിലെടുത്ത് ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ കാലമാഗതമായി. ഹാ രാമ പുത്ര ഹാ സീതേ ഹാ ലക്ഷ്മണ ഗുണാകര ത്വദ്വിയോഗാദഹം പ്രാപ്തോ മൃത്യും കൈകേയി സംഭവ. അല്ലയോ രാമ, അല്ലയോ സീതേ, അല്ലയോ ലക്ഷ്മണ, ഗുണാകാര ലക്ഷ്മണ, ഗുണനിധിയായ ലക്ഷ്മണ, ത്വദ്വിയോഗാദഹം, നിങ്ങളുടെ വിയോഗം കൊണ്ട്, നിങ്ങളെ നഷ്ടപ്പെട്ടതുകൊണ്ട്, അഹം ഞാൻ ഇതാ എന്തു പറയുന്നു, മൃത്യും പ്രാപ്ത, മരണത്തിലേക്ക് പോവുകയാണ്. ആരാ കാരണക്കാരി? കൈകേയി സംഭവ, കൈകേയിയുടെ കാരണം കൊണ്ട് എനിക്കിതാ മരണം വരുന്നിരിക്കുന്നു, ആ ശാപം സംഭവിക്കാറായിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുമാറി നമ്മളൊന്ന് ചിന്തിക്കുക. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് ധരിച്ചിട്ടുണ്ടെങ്കിൽ തലതിരിഞ്ഞ് പറഞ്ഞു എന്നാവും. ചൂടൊക്കെ അടിക്കുമ്പോൾ ഉറക്കവും വരും, അത് കുഴപ്പമൊന്നുമില്ല. ഇനി പറഞ്ഞതിൽ സംശയം ഉണ്ടെങ്കിൽ ക്ലാരിറ്റി ആക്കിയിട്ടേ പോകാവുള്ളൂ. യെച്ചൂരി അദ്ദേഹം ഒരിക്കൽ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, അദ്ദേഹം ഈ കയറും പാമ്പ് ഉള്ള ഉദാഹരണം പറയുകയാണ്. ഇത് ഈ പ്രപഞ്ചത്തിൽ
ഈശ്വരൻ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പ്രപഞ്ചം കാണുന്നതുകൊണ്ട് ഈശ്വരനെ കാണുന്നില്ല. ഈശ്വരനെ കാണുമ്പോൾ പ്രപഞ്ചം മറയും, പ്രപഞ്ചത്തെ കാണുമ്പോൾ ഈശ്വരൻ മറയും. ഏതുപോലെ ബ്രഹ്മം, ഈശ്വരൻ ബ്രഹ്മം എന്നുള്ള പദം ഉപയോഗിച്ചു. ഏതുപോലെ ഇരുട്ടത്ത് കയറ് കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? പാമ്പാന്ന് വിചാരിക്കും. പാമ്പാന്ന് വിചാരിക്കുമ്പോൾ അവിടെ എന്തില്ല? കയറില്ല. വെളിച്ചടിച്ച് കയറാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അതെന്തില്ല? പാമ്പുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അവിടെ ഉണ്ടാവുള്ളൂ, ഒറിജിനൽ സാധനം അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒറിജിനലാണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ പാമ്പുണ്ട് ഇരുട്ടത്താണെങ്കിൽ. ഇനി അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ മുള്ളും കൊണ്ട പാമ്പ് കടിച്ചു നമ്മൾ മരുന്ന് തന്നില്ലെങ്കിൽ ഡോക്ടറെ കടുത്ത കയറി നമ്മൾ പിടിക്കും. എന്നെ കൊത്തിയത് എനിക്കറിയാൻ മേലെന്ന് ചോദിക്കും. മുള്ളായിരിക്കും കൊണ്ടിട്ട്, കാരണം ഇരുട്ടത്ത് പാമ്പ് കിടക്കണമെന്ന് തോന്നുമല്ലോ. അപ്പോൾ വ്യക്തമായില്ലേ? പാമ്പിനെ കാണുമ്പം കയറില്ല, കയറിനെ കാണുമ്പോൾ പാമ്പില്ല. ബ്രഹ്മത്തെ കാണുമ്പോൾ പ്രപഞ്ചമില്ല, പ്രപഞ്ചത്തെ കാണുമ്പോൾ എന്തില്ല? ബ്രഹ്മവുമില്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞു, പുറത്തിറങ്ങി വെച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പോൾ ഈ കയറാണ് ഈ ബ്രഹ്മം എന്ന് പറയണതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാം, പറയണ എന്താ കേൾക്കണേ എന്താന്ന് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. ഓരോരുത്തർ അവരുടെ ഇതനുസരിച്ചല്ലേ. ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആയിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ വേണ്ടി ഇച്ചിരി ഒരു വളഞ്ഞ സാധനമാണ്. നമുക്കിവിടെ ഒന്ന് ചിന്തിക്കാം. കാരണം ഇതൊക്കെ ചെയ്തിട്ടും രാമന് കൈകേയിയോട് ഇഷ്ടമായിരുന്നു അല്ലേ? ശിക്ഷിച്ചിട്ടൊന്നുമില്ല, നോവിച്ചിട്ട് പോലുമില്ല. മാത്രമല്ല പോകുമ്പം നന്നായിട്ട് പെരുമാറണമെന്നും പറഞ്ഞാൽ വിടുന്നത്. എന്തായിരിക്കും കാരണം? കാരണം കൈകേയിയാണ് കൂട്ടത്തിൽ ഇളയ ഭാര്യ, സുന്ദരിയാണ്. ദശരഥൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലാണ്, ഏത് ഈ കൈകേയിയുടെ കൊട്ടാരത്തിലാണ് താമസം. അപ്പോൾ കൂടുതൽ ഇഷ്ടം അദ്ദേഹത്തോടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ആരോട് പറഞ്ഞിട്ടുണ്ടാവണം? കൈയോട് പറഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ മന്ദര അതറിയുമോ? ഏതാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള രഹസ്യ സംഭാഷണ, 2 വരം പിടിച്ചോട്ടോ, അത് അവരൊന്നും അറിഞ്ഞാൽ പോരെ? ഈ മന്ത്രിയോട് പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടല്ലേ മന്ദര അറിഞ്ഞതും വേണ്ടത് വേണ്ടാത്തടുത്ത് പറഞ്ഞാലേ ഈ ചില കാര്യങ്ങൾ അച്ഛനറിയേണ്ട അച്ഛൻ അറിഞ്ഞാൽ അമ്മ അറിഞ്ഞാൽ മക്കളും അമ്മയും തമ്മിലുള്ള അവർ തമ്മിൽ അറിഞ്ഞാൽ മതി. സ്വകാര്യമല്ലാതെ വേണ്ടാത്ത അറിയണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിനകത്ത് രഹസ്യ സ്വഭാവമല്ല, വേണ്ടത് വേണ്ടവരറിഞ്ഞാൽ മതി. അത് മന്ദര അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് കൈകേയിയോട് എന്ത് പറഞ്ഞിട്ടുണ്ടാവണം? എന്ത് പറഞ്ഞിട്ടുണ്ടാവണം? ഈ ശാപത്തിൻ്റെ എനിക്കിങ്ങനെ പണ്ടൊരബദ്ധം പറ്റിയിട്ടുണ്ട്, വേറെ ആരോടും പറഞ്ഞിട്ടില്ല, നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഏജ് നല്ല വ്യത്യാസമുണ്ടേ, ഇത് സംഭവിച്ചിട്ടുണ്ട്. കൈകേയിക്കാണെങ്കിൽ രാമൻ ജീവനാണ്, ആണല്ലോ. കൗസല്യേക്കാൾ കൂടുതൽ രാമൻ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. മമപുത്ര, എൻ്റെ പുത്രൻ രാമൻ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് മന്ദര ആദ്യം പറയുമ്പോൾ സമ്മതിച്ചില്ല, രണ്ടാമതും മൂന്നാമതും പറഞ്ഞപ്പോഴാണ് കൈകേയിക്ക് കത്തിയത്. ഇന്നത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഐഡിയ കിട്ടി, കൊള്ളാലോ. അപ്പോൾ എന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? നാളെ കൈകേയിയുടെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് വരികയെന്ന് വെക്കട്ടെ, രാമനെ വേണോ ദശരഥനെ വേണോ? ഈ യമം വന്നു വയ്ക്കണേ, ഒരാളെ ഞാൻ കൊണ്ടുപോകും, ആരെ കൊണ്ടുപോകണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ കൈകേയിക്ക് ഒരു സംശയമില്ല, ദശരഥനെ കൊണ്ടുപോകാൻ പറയും. എന്തുകൊണ്ടാ? രാമൻ ധർമ്മസ്വരൂപനാണെന്ന് കൈകേയിക്കറിയാം. ഒന്ന്, അശ്വപതിയുടെ പുത്രിയാണ്, ശാസ്ത്രം മുഴുവൻ പഠിച്ചവരാണ്. രാമൻ്റെ കയ്യിൽ ഈ രാജ്യം സുരക്ഷിതമാണെന്ന് ആർക്കറിയാം? കൈകേയിക്കറിയാം. ഈ ധർമ്മ നിലനിൽപ്പിന് വൃദ്ധനായൊരു രാജാവല്ല ഇത് വേണ്ടത്, പിന്നെയാണ് പ്രജകൾക്കൊരു രാജാവാണ് വേണ്ടതെന്നറിയാം. തനിക്ക് നഷ്ടപ്പെടുന്നത് ഭർത്താവ് മാത്രമാണ്, പക്ഷെ രാജ്യത്തിന് നഷ്ടപ്പെടുന്ന ആരാണ്? മഹാനായ ഒരു ഭാവി രാജാവാണ് രാമൻ്റെ അഭാവത്തിൽ. ക്ലിയറായോ? അപ്പം കൈകേയിയെപ്പോലെ പരിണതപ്രജ്ഞയായ ഒരു സ്ത്രീ ഭർത്താവിനെ ആവശ്യപ്പെടില്ല, രാജ്യത്തിൻ്റെ മേന്മയെന്തോ അതേ ആവശ്യപ്പെടുള്ളൂ. ആ തെരഞ്ഞെടുപ്പാണ് രാമൻ പിൽക്കാലത്ത് ചെയ്തത്. ഗർഭിണിയായ സീതയോടെൻ്റെ ഭർത്തൃധർമ്മം ഞാൻ നിറവേറ്റണോ, അത് ഈ കോണായ ജനങ്ങളോടുള്ള രാജധർമ്മം നിറവേറ്റണോ? ഭർത്തൃധർമ്മം നിറവേറ്റിയില്ലെങ്കിൽ അത് ഭാര്യയുടെയും ഭർത്താവിൻ്റെ സ്വകാര്യ ദുഃഖം മാത്രമാണ്. രാജധർമ്മം നിറവേറ്റിയില്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതാണ്. ധർമ്മത്തിൻ്റെ വഴിയിൽ നിൽക്കാത്തതുകൊണ്ടാണ് ഈ പ്രകൃതി താളം തെറ്റി നിൽക്കുന്നത്.
ധർമ്മം പോലെ അനുഷ്ഠിപ്പിക്കാൻ ശക്തിയുള്ള രാജാവ് പ്രജകളെ കൊണ്ട് ധർമ്മം അനുഷ്ഠിപ്പിക്കേണ്ടത് രാജാവിൻ്റെ ധർമ്മമാണ്. ധർമ്മം നിലനിർത്താൻ രാജാവ് ശക്തി ഉപയോഗിക്കണം. രാജാവ് അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ പ്രകൃതി തിരിച്ചടിക്കും. ഇത് നിയമമാണ്. ഈ ചൂട് നമ്മൾ കേട്ടിട്ടുണ്ടോ? പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ ചൂട്, മഴ വല്ല ഇതുണ്ടോ? മറ്റേ പഞ്ചാംഗത്തിൽ ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ ഇടവപ്പാതി അന്നാണ്. എന്തി ഒരു 10-25 വർഷമായിട്ടുള്ളൂ. ആഗോളതലത്തിൽ സംഭവിച്ച ധർമ്മത്തിൻ്റെ വീഴ്ച. അവിടെയാണ് ഈ ധർമ്മ പുനഃസ്ഥാപനത്തിനായിട്ട് ഭാരതം ഉയർത്തെഴുന്നേറ്റേ പറ്റൂ എന്ന് വിവേകാനന്ദ സ്വാമികൾ മുതൽ ആഹ്വാനം ചെയ്തത്. ലോകം നിലനിൽക്കണമെങ്കിൽ വേദം നിലനിൽക്കണം, വേദം നിലനിൽക്കണമെങ്കിൽ ഭാരതം നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ വേദം ആചരിക്കുന്നവൻ നിലനിൽക്കണം. എന്താ വേദാചരണം എന്ന് പറയുന്നത്? അച്ഛനെ സ്നേഹിക്കുക, അമ്മയെ സ്നേഹിക്കുക, എനിക്ക് അവകാശമുള്ളത് കൊണ്ട് മാത്രം ഞാൻ ജീവിക്കുക, സമാജത്തിൻ്റെ രക്ഷണത്തിന് വേണ്ടി ക്ഷേത്രങ്ങൾ നിലനിൽക്കുക, അവിടെ ധർമ്മ പ്രചരണം നടക്കുക, ധാർമ്മികമായി എല്ലാ മേഖലകളും ജീവിക്കുക. അതാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ സന്യസിച്ചു പോയൊന്നുമില്ലല്ലോ. അപ്പോൾ രാമൻ്റെ കഥ പഠിച്ച് നമ്മൾ സന്യസിക്കുമോ? രാമായണം പയ്യനെങ്ങാനും വീട്ടിൽ നിന്ന് 4 ദിവസം വായിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങി ഇത്ര ചെറുപ്പത്തിൽ വേണോടാന്ന് ചോദിക്കും. ഈ രാമൻ സന്യസിച്ചു പോയില്ലല്ലോ. എത്ര കാലം സുഖമായിട്ട് യുദ്ധം കഴിഞ്ഞ് ഭാര്യയും പിടിച്ചെടുത്ത് ഗംഭീരമായിട്ട് രാമരാജ്യം സ്ഥാപിച്ചിട്ടാണ് പോയത്. ധാർമ്മികമായ ജീവിതം. ഇനി ശ്രീകൃഷ്ണ 10 ദിവസം അടുപ്പിച്ച് ഗുരുവായൂരമ്പലത്തിൽ പോയാൽ ചെറുപ്പത്തിലേ അവർ തുടങ്ങി. എന്നാ പറ്റിയെന്നറിയാൻ മേല. ഈ കൃഷ്ണൻ 8 വിവാഹം കഴിച്ചു. ഓരോ ഭാര്യമാരിൽ 10 പിള്ളേരുണ്ടെടുത്തു, 80 പിള്ളേരിനെടുത്തു. ഇത്രയും വലിയ ഗൃഹസ്ഥൻ്റെ കഥ പഠിക്കുമ്പം സന്യസിക്കാൻ പോവോ? ഇല്ല. കൃഷ്ണൻ ജീവിച്ചോ ചോദിക്കും. കൃഷ്ണൻ എങ്ങനെ ജീവിച്ചു? ധർമ്മത്തിന് വേണ്ടി ജീവിച്ചു. എങ്ങനെ വെച്ചു? തൻ്റെ ജീവിതം ധാർമ്മികമായിട്ട് നിറവേറ്റി. ധർമ്മമാണ് പഠിപ്പിക്കുന്നത്, വേറെ ഒന്നുമല്ല പഠിപ്പിക്കണേ. ഏത് മേഖലയിലും നമ്മുടെ വാസനയ്ക്കനുസരിച്ച് നമ്മൾ ജനിച്ചത് നമ്മളുടെ ധർമ്മം അനുഷ്ഠിക്കാനുള്ള സ്ഥലത്താണ്. എനിക്കൊരച്ഛനെയും എനിക്കൊരമ്മയും എനിക്ക് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കിട്ടിയത് എൻ്റെ കർമ്മത്തിന് അനുസൃതമായ ധർമ്മമാണ്. അവിടെ ഇരുന്നാൽ മതി. രമണ ഭഗവാൻ അടിവരയിട്ട് പറയും, എവിടെ നിന്നെ ഈശ്വരൻ ഇരുത്തിയോ നീ അവിടെ ഇരിക്കുക. എങ്ങനെ ഈശ്വരൻ നിന്നെ കൊണ്ടു നടക്കുന്നുവോ നീ അങ്ങനെ സഞ്ചരിക്കുക, കർമ്മം ചെയ്യുക. ഒന്നും അതെല്ലാം സ്വാഭാവികമായിട്ട് വന്നോളും. ഏതുപോലെ എൻ്റെ അമ്മയെ ഞാൻ തിരഞ്ഞെടുത്തതല്ല, ആണോ? അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ തന്നിരുന്നെങ്കിൽ നമ്മളെ എവിടെയൊക്കെ പോയി സെലക്ട് ചെയ്യുമായിരുന്നു അല്ലേ? അതുപോലെ നിൻ്റെ ധർമ്മവും ഓപ്ഷനല്ല. വിനോബാജി പറഞ്ഞതാണ് ഗീതാപ്രവചനത്തിൽ, നിൻ്റെ അമ്മ നിനക്ക് ഓപ്ഷനല്ല. ഭാര്യ വേണമെങ്കിൽ ഓപ്ഷനാക്കാം, ഭർത്താവ് ഓപ്ഷനാക്കാം. അതും തെറ്റാട്ടോ. കാരണം ഈ തല വരച്ചേ ഒന്ന് കയറുള്ളൂ. തല വരച്ച് മോശം പദ്ധതി പറഞ്ഞതല്ല. ഇത് തമ്മിൽ ചേരേണ്ട കണക്ക് തീർക്കണതാണിത്. ഈ പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് വന്നിങ്ങനെ എൻ്റെ കുറേ കണക്ക് തീർക്കാനാണ്, ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നിങ്ങനെ കുറേ കണക്ക് തീർക്കാനാണെന്ന് അറിഞ്ഞാൽ പിന്നെ രണ്ടുപേരും സമ്മാനമായിട്ടിരുന്ന് കണക്കെടുത്ത് പോയാൽ മതി. അപ്പോൾ തമ്മിലുണ്ടാവില്ല. ഇത് കണക്ക് തീർക്കണതിനെക്കുറിച്ച് അറിയില്ലാതെ വരുമ്പോഴാണ് ക്ലേശങ്ങളുണ്ടാവണത്. ആരും വെറുതെ പരസ്പരം ബന്ധപ്പെടുന്നേയില്ല. അങ്ങനെയൊന്നുമില്ല. കർമ്മനിയമത്തിൽ ഒരു തരത്തിലുള്ള ഇൻജസ്റ്റിസും ഇല്ല. പ്യുവർ ജസ്റ്റിസാണത്. അപ്പം കൈകേയിക്ക് ഇതറിയാം. അപ്പോൾ കൈകേയിയുടെ മുമ്പിൽ ഇങ്ങനൊരു ഓപ്ഷൻ വന്നാൽ കൈകേയി രാമനെ സ്വീകരിക്കുകയുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? രാജ്യം, ധർമ്മിഷ്ഠൻ, രാജ്യത്തിൻ്റെ കുലതന്തു നീണ്ടുപോകണം. ഈ 4 പേരിൽ മിടുക്കൻ ആരാണ്? രാമനാണ്. രാമൻ്റെ കയ്യിൽ ഭരണമാണെങ്കിൽ 3 പേരും സുരക്ഷിതരാണ്. ഇതാർക്കറിയാം? അറിയാം. രാമനോട് എതിരിടാനും പറ്റില്ല. കാരണം എന്താ? രാമൻ ശക്തനുമാണ്. അതുകൊണ്ട് ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ ആരാ? ആയുധം എടുത്തവരിൽ ഞാൻ രാമശസ്ത്രഭൃതാമഹം. ഇല്ലാളിവീരൻ രാമനാണ്, അർജുനനല്ല. ശ്രീകൃഷ്ണൻ രാമൻ വധിച്ചതിൻ്റെ പകുതി എണ്ണത്തിന് ശ്രീകൃഷ്ണൻ വധിച്ചിട്ടില്ല. ആ സംഗതി സീതയായിട്ട് പോയപ്പം കരദൂഷണത്തിന് ശിരസുക്കളെ 3.25 നാളുണ്ട്. 12,000 പേരോ 14,000 പേരെയോ കൊന്നത്. 3.25 നാടിയുണ്ട്. അപ്പോൾ ആളാരാന്ന് ആലോചിക്കുക. അപ്പം ആ രാമനെയാണ് കൈകേയി തിരഞ്ഞെടുക്കുകയുള്ളൂ.
അപ്പോൾ ഇത് പറഞ്ഞപ്പം ഈ കഥ അറിയാവുന്ന കൈകേയിക്ക് അന്നൊരു ഇടിവെട്ടുണ്ടായിട്ടുണ്ട് ഉള്ളിൽ. ഇത് വ്യാഖ്യാനിക്കണേ കേട്ടോ, ശ്ലോകമൊന്നുമില്ല, അതാണ് ശ്രദ്ധിച്ച് കേട്ട് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. കൈകയുടെ ഉള്ളിൽ ഇടിവെട്ടുണ്ട്. എന്താണ്? ഈ ശാപം ഫലിക്കും. ഈ ശാപം ഫലിക്കണമെങ്കിൽ രാമനെന്തെങ്കിലും പറ്റണം. രാമനില്ലാണ്ടായാൽ ആ ദശരഥൻ തീരുള്ളൂ. കാരണം രാമനുണ്ടാവുന്ന ചെറിയ ദുരിതം പോലും ദശരഥൻ താങ്ങില്ല. രാമനില്ലാതെ ദശരഥനോട് ഇല്ലാതെ വന്നുള്ള അപകടം എന്ന് ആലോചിക്കുക. ഇതെല്ലാ കാലത്തും കൈകേയി അലട്ടിയിട്ടുണ്ടാവണം. പറയാൻ പറ്റുമോ ആരോടെങ്കിലും? എന്നോ തെറ്റ് ചെയ്ത തെറ്റിനോട് കൈകേയിക്ക് എന്നിട്ട് നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ലേ എന്ന് പറയാനും പറ്റുമോ? വരാൻ പോണ ശാപമാണ് ഇത്, ഫലിക്കുന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അപ്പോഴാണ് ഈ മന്ദര കയറി ചെല്ലുന്നു. ഇങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞപ്പം ഇത് കാര്യമായി. എന്താ? രാമൻ കാട്ടിപ്പോയ രാമനെ ഉപദ്രവിക്കാൻ പറ്റുന്നവരും കാട്ടിലില്ല. രാമൻ കാട്ടിപ്പോണ ആർക്ക് താങ്ങാനും പറ്റില്ല, ദശരഥൻ താങ്ങുകയില്ല. അപ്പോൾ ഒഴിവാക്കാനാവാത്ത ഇന്നെവിറ്റബിൾ അല്ലേ, ഒഴിവാക്കാനാവാത്ത ആ ദുരന്തം സംഭവിക്കുകയും ചെയ്യും. രാമൻ എന്തുമായിരിക്കും? സുരക്ഷിതനുമായിരിക്കും. ഇവിടെ എല്ലാം രാവണൻ്റെ വേരുകൾ ലോകത്തിലെ അധർമ്മത്തിൻ്റെ മുള പൊട്ടി എല്ലായിടത്തുള്ളവരും ആർക്കറിയാം? ചാരന്മാർ മുഖേന അറിയാം. അതുകൊണ്ടാണല്ലോ ഇത് അവതരിച്ച് തന്നെ. സ്ലീപ്പിംഗ് സെൽസ് എന്ന് പറയില്ലേ, ഈ സ്ലീപ്പിംഗ് സെല്ലാണ് താടക, ഖരദൂഷണാദികൾ, മാരീചൻ, ലവണാസൻ, ഇതൊക്കെ സ്ലീപ്പിംഗ് സെൽസാണ്. രാവണൻ അവിടെ നിന്ന് ഒരു അടി അടിച്ചവരൊക്കെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇങ്ങനെ സ്ലീപ്പിംഗ് സെൽസ് തന്നെ തട്ടിയാണ് ആരങ്ങട് എന്നത്. സർജിക്കൽ സ്ട്രൈക്ക്, ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് എടുത്തത് രാമായണത്തിലാണ്. ശത്രുവിൻ്റെ മട ചെന്ന് അടിച്ചിട്ട് തിരിച്ചു പോന്നു. എന്നിട്ട് അവിടെ അവൻ്റെ അനിയനെ പിടിച്ച് ഭരണത്തിൽ ഏൽപ്പിച്ചു. മര്യാദയ്ക്ക് വരിച്ചോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇനിയും വരുമെന്ന് പറഞ്ഞു. ശരിയല്ലേ? അതല്ലേ നടന്നത് ഇന്നത്തെ ഒരു കണ്ണിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കൈകേയിക്ക് അറിയാവുന്നുണ്ട്. കൈകേയി നിശ്ചയിച്ചു. എന്ത് നിശ്ചയിച്ചു? ആ ഭീകരമായ വരം ചോദിക്കാൻ തീരുമാനിച്ചു. രാമൻ കാട്ടിപ്പോണം. അല്ലെങ്കിൽ വരനാക്കിയാൽ പോരെ, അല്ലെങ്കിൽ രാജ്യം 2ആയിട്ട് മുറിച്ച് കൊടുത്താൽ പോരെ. എന്തുമാത്രം ഓപ്ഷൻ ഉണ്ട്? പറ്റില്ല, 14 വർഷം നിൽക്കണം. കാരണം ഇനി 4 വർഷം കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞാൽ ദശരഥൻ 4 വർഷം എന്ന് പറഞ്ഞ് ഇരുന്നാലോ? ഇത് സംഭവിക്കണം. ദശരഥൻ്റെ മരണം സംഭവിക്കണം, ശാപം ഫലിക്കണം. എൻ്റെ രാമൻ സുരക്ഷിതനുമായിരിക്കണം. ഇതെനിക്ക് ഈ ആശയം പറഞ്ഞത് നിർമ്മലാനന്ദ സ്വാമിയാണ്. അങ്ങനെയാണോ ആ പാവം ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് എന്നേക്കുമായിട്ട് ആ ദുഷ്കീർത്തി സ്വീകരിച്ചത് എന്നത്. അപ്പം കൈകേയിക്ക് സംഭവ സമയമായി കാണുമായിരിക്കും. ഇപ്പം ഇല്ല, വിശന്ന് തുടങ്ങിയോ? ഇല്ലല്ലോ, സമയമായിട്ടില്ല. വദന്നേവം ദശരഥ ആദ്യം ഈ പറഞ്ഞതിൽ സംശയം ക്ലിയർ ആയല്ലോ. തെക്വാ ദിവംഗതഃ കൗസല്യാ ച സുമിത്രാ ച തഥാന്യ രാജയോഷിതഃ ചക്രുശ്ച വിലേപുശ്ച ഉരസ്താടനപൂർവകം വസിഷ്ഠപ്രിയയൂ തത്ര പ്രാതർമതിരഭിരാവൃതഃ. ഏവം വദൻ ദശരഥ, ഇപ്രകാരം പറഞ്ഞിട്ട് ദശരഥൻ പ്രാണാൻ തെക്കുതാ ദിവംഗതഃ, പ്രാണൻ ത്യജിച്ചു, മരിച്ചു. ഈ സന്ദേശം കൊടുത്തിട്ട് വാൽമീകി രാമായണത്തിൽ കഴിഞ്ഞിട്ട് കുറേ കിടക്കുന്നതും ദുഃഖിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അത് 24,000 ശ്ലോകത്തിലാണ് പറഞ്ഞേ. ഇത് 4,500 ശ്ലോകമുള്ളൂ. അതുകൊണ്ട് അത്രയൊന്നും വിവരിക്കാൻ ആർക്കും സമയമില്ല. ഇത് വ്യാസഭവനാണ് ഇത് എഴുതിയെന്നാണ് സങ്കല്പം. ഇതിൽ നിന്നാണ് കിളിപ്പാട്ട് എടുത്തിട്ടുള്ളത്. കൗസല്യാ ച സുമിത്രാ ച, കൗസല്യയും സുമിത്രയും തഥാ അന്യാഹ രാജയോഷിത, മറ്റ് രാജവനിതകളും ഉരസ്താടനപൂർവകം നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. വിലേപുഹു ചക്രുശുഹു ച, ഉറക്കെ നിലവിളിച്ചു. പ്രാത മദ്രബി ആവൃത, ഇതൊക്കെ രാത്രി നടക്കുന്നത്. പുലകാലമായപ്പോഴത്തേക്കും മന്ത്രിമാർ എല്ലാവരും ചുറ്റപ്പെട്ട് വസിഷ്ഠ തത്ര പ്രയയു, വസിഷ്ഠൻ മന്ത്രിമാരോടുകൂടി വാർത്ത കേട്ട് ഈ ദശരഥൻ മരിച്ചെടുത്ത് വന്നു. തൈലദ്രോണ്യാം ദശരഥം ക്ഷിപ്താ ദൂതാനഥാബ്രവീത് ഗച്ഛതത്വരിതം സാശ്വാ
യുധാജിന്നഗരം പ്രതി. തൈലദ്രോണ്യാം ദശരഥം, തൈലത്തോണിയിൽ ദശരഥനിട്ടു എന്ന് പറഞ്ഞാൽ പ്രത്യേകം തയ്യാറാക്കിയ എണ്ണത്തോണിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരീരം സൂക്ഷിക്കാൻ പറ്റും എന്ന് ആർക്കറിയാമായിരുന്നു? നമ്മുടെ കാർന്നവന്മാർക്കറിയാമായിരുന്നു. ഈ പുകല ഉണക്കി വച്ചേക്കണ പോലെ പിരമിഡിൻ്റെ അകത്ത് ഉണക്കി വെക്കണ പരിപാടി നമുക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഇത് എത്ര കാലം ഉണക്കി വെച്ചിട്ട് പ്രയോജനമില്ല എന്ന് അവർക്കറിയായിരുന്നു. തൽക്കാലത്തേക്ക് ഈ വെന്റിലേറ്ററിൽ വെക്കണ പോലെ വയ്ക്കാറുള്ളവർ. അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ശരീരം സൂക്ഷിച്ച് വെക്കാനുള്ള പദ്ധതി അറിയാൻ മേലായിരുന്നു. രാമൻ്റെ അറിയാമല്ലോ, ഇത് സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ല, സൂക്ഷിച്ചു വെക്കേണ്ട സാധനം എന്താണ്? ഗീതയാണ്, രാമചരിതമാണ്. അത് സൂക്ഷിച്ചും വച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, രാമനും പോയില്ല, കൃഷ്ണനും നമുക്ക് പോയിട്ടില്ല. ഇന്ന് നമുക്ക് സജീവമാണല്ലേ. മരിച്ച രാമൻ്റെ കഥയാണോ നമ്മൾ പറയണേ? അല്ല, മരിച്ചാൽ പറഞ്ഞാൽ അത് ഉള്ളിൽ കൊള്ളുള്ളതുകൊണ്ട് ആ വാക്ക് വെച്ച് രാമൻ മരിച്ചിട്ടില്ല, കൃഷ്ണനും പോയിട്ടില്ല. ഉണ്ട്, ഇപ്പോഴുള്ള കൃഷ്ണനെ കുറിച്ചാണ്. ഉച്ചരത്തി വരും, എപ്പോഴാണ് കൃഷ്ണൻ അവതരിക്കണേ? നിങ്ങൾ എപ്പോൾ ഓർക്കുന്നുവോ അപ്പോൾ ഉള്ളിൽ തെളിയുന്നത് കൃഷ്ണ അവതാരമാണ്. പക്ഷേ അവതരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വളർത്താറില്ല. അവധി അടുത്ത വേറെ ചിന്ത വരും, അപ്പോൾ അവതരിച്ച പോകാൻ പോവും, പിന്നെ ഓർക്കും, പിന്നെ അവതരിക്കും. അവതരിച്ച കൃഷ്ണനെ അതുപോലെ കൊണ്ടേ നടക്കണം. കൃഷ്ണനാമം കേട്ട് കൃഷ്ണസ്മരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണികൃഷ്ണന് വയസ്സെത്രയാണ്? 0 ദിവസം, പിറ്റേ ദിവസം 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 28 എണ്ണം, പ്രായത്തിൽ 28 എണ്ണം. അങ്ങനെ ഉണ്ണികൃഷ്ണൻ ഉള്ളിൽ വളർത്താൻ തുടങ്ങിയാൽ നമ്മൾക്ക് പ്രായമാവുന്നതിൻ്റെ ഈ ഉണ്ണികൃഷ്ണൻ എന്താവും? പ്രായം വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്നും എന്ത് പറയാ? തമത്ഭുതം ബാലകമമ്പുരേക്ഷണം. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വളർത്താറില്ല. കാരണം എന്താ? വളർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തൊട്ടിലിട്ടിട്ട് നമ്മൾ വേറെ പണിക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഇതര ഭൗതിക ചിന്തകൾ നമ്മൾ മുഴുകും. അപ്പോൾ ഈ കുഞ്ഞു വളരുന്നില്ല. ശ്രീരാമകൃഷ്ണൻ രസകരമായിട്ട് പറയും, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ട് നമ്മൾ ഗർഭിണിയായി നിൽക്കട്ടെ, അപ്പോൾ അമ്മ എന്ത് ചെയ്യും? വീട്ടിൽ കൊണ്ടുപോയി നല്ല പണിയൊക്കെ കൊടുക്കും, പലക്ക കൊടുക്കും, തല്ലാനല്ല കുത്താൻ. അന്ന് ഈ മില്ലൊന്നുമില്ലല്ലോ. രാമകൃഷ്ണൻ അന്ന് പറഞ്ഞ ഉദാഹരണമാണ്. ഒലക്ക കൊടുക്കും, ചൂല് കൊടുക്കും, കോടാലി കൊടുക്കും, എല്ലാ പണിയും ചെയ്യിക്കും. ഗർഭിണിയാണ് എന്ന് പറയുമ്പം അമ്മ പറയും, ഇനി നീ കുത്തണ്ട, കീറണ്ട, കുഞ്ഞിന് കേടാ. ആ പണി ഞാൻ കുറയ്ക്കും. പിന്നെ കുറച്ച് ഗർഭം വളർന്നു, കുറച്ചുകൂടെ മുതൽ കഴിയുമ്പം ഇനി അടിച്ചു വാരണ്ട, വെള്ളം കോരണ്ട, പച്ചക്കറികൾ മുറിക്കണ്ട. കാരണം ആ വിത്ത്, ആ പച്ചക്കറിക്കകത്ത് വിത്തില്ലേ, ഒരു കുഞ്ഞല്ലേ, നിൻ്റെ ഉള്ളിൽ ഒരെണ്ണം വളരുകയല്ലേ, വേണ്ട, അതിന് വിത്ത് മുറിക്കണ്ട, ഗർഭിണി ചെയ്യേണ്ട. അത് ആലോചിച്ച് നോക്കൂ, അതും സൂക്ഷ്മമായൊരു ജീവനല്ലേ, അത് വേണ്ട. അത് കഴിഞ്ഞിട്ട് പൂർണ്ണ ഗർഭിണിയായിട്ടോ, ഇനി മക്കൾ ഇവിടെ ഇരുന്ന് വരാൻ പോകുന്ന കുഞ്ഞിനുള്ള ഉടുപ്പ് തുന്നിക്കോ. അന്നത്തെ അമ്മായിമ്മയുടെ പറഞ്ഞേ, നീ ഒരു പണിയും ചെയ്യണ്ട. പിന്നെന്താണ്? കുഞ്ഞിനെ ഓർത്ത് ഉടുപ്പൊക്കെ തുന്നിക്കോളൂ, ഈ വരണ പ്രതീക്ഷിച്ചിരുന്നോളൂ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്തു പറയും? ഇനി നീ കുഞ്ഞിന് പാലും എടുത്ത് ഈ കുട്ടി നൽകണ ആനന്ദം അനുഭവിച്ചല്ലോ. കാരണം ഇത്ര കാലം ചുവന്നത് മുഴുവൻ ഈ കഷ്ടപ്പാടിന് വേണ്ടിയിട്ടാണേ. ആ ആനന്ദത്തിൽ ലയിച്ചുള്ളൂ. ഇതുപോലെ രാമകൃഷ്ണൻ പറയാണ്, നിൻ്റെ ഉള്ളിൽ ആധ്യാത്മിക ശിശു ഗർഭം വീണ് കഴിഞ്ഞാൽ, എൻ്റെ ഹൃദയത്തിൽ ഈശ്വരാനുഗ്രഹത്താൽ ഗുരുകൃപയാൽ ഒരു നാമം കിട്ടിയാൽ, അല്ലെങ്കിൽ ഈശ്വര സ്മരണ ഉണ്ടായാൽ, ഈ കുട്ടിയെ നീ വളരുന്നതിനനുസരിച്ച് നിൻ്റെ കർമ്മബന്ധങ്ങളെ ഈശ്വരനാകുന്ന അമ്മ മുറിച്ചു മാറ്റും. അങ്ങനെ പരിപൂർണമായി നിൻ്റെ ആധ്യാത്മിക ശിശു നിൻ്റെ ഉള്ളിൽ നീ പൂർണ്ണഗർഭിണിയായാൽ എന്ന് പറഞ്ഞാൽ ഭഗവത് സ്മരണ നമ്മുടെ എപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂർണ്ണഗർഭിണിയെ എങ്ങനെ അമ്മ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയോ അതുപോലെ സകല കർമ്മബന്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കും. സ്വസ്ഥമായിട്ടിരുന്നോളൂ, നാമം ജപിച്ചാൽ മാത്രം മതി, നിനക്കുള്ള ശാപ്പാടൊക്കെ ഞാൻ അവിടെ എത്തിച്ചോളാം. പിന്നെ ഇവന് ശാപ്പാടൊന്നും ഓർമ്മയുണ്ടാവില്ലോ. പിന്നെ ഇവനെ നോക്കേണ്ടത് ആരുടെ ചുമതലയാവും? ഭഗവാന്റെ ചുമതലയാവും. രാമകൃഷ്ണൻ പറയണേ ഉദാഹരണമാണ്. അപ്പം ഈ തൈലത്തോണിയിൽ ആ ശരീരം വിട്ടിട്ട് ദൂതനോട് അബ്രവീത് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഗച്ഛതാ ത്വരിതം സാശ്വ, കുതിരപ്പുറത്ത് പെട്ടെന്ന് പോവുക, യുധാജിത് നഗരം പ്രതി, യുധാജിത്തിൻ്റെ അടുത്ത് അമ്മ വിളിച്ചുകൊണ്ട് പോയിക്കല്ലേ, അവിടെ പോയിട്ട് വിവരങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പം എത്ര 5200 വർഷം മുമ്പാണ് കൃഷ്ണാഗമനം. അതിലും എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പ്
ഈ നാട്ടിൽ ശരീരത്തെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. ആണ് വിവേകാനന്ദ സ്വാമി ചോദിച്ചേ, ഏതിലായിരുന്നു നമ്മൾ പുറകോട്ട്? ഒറ്റ കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോയുള്ളൂ. ആധുനിക കാലത്ത് നമ്മളെക്കുറിച്ച്, നമ്മളറിയുന്നതിനെക്കുറിച്ച് നാം ശ്രമിച്ചില്ല. ശ്രമിക്കണം. ഈ ധർമ്മം സംരക്ഷിക്കപ്പെടണം. നമ്മുടെ ക്ഷേത്രങ്ങളുടെ കാവലാൾ നമ്മൾ തന്നെയായിരിക്കണം. അങ്ങനെ ആകണമെങ്കിൽ ഇന്ന് ഈശ്വരൻ എന്ന ഏറ്റവും വലിയ കരുത്തമായ ആയുധമാണ് നമുക്ക് എന്താ, വോട്ട് ചെയ്യാനുള്ള അധികാരം. ഇന്ന് യുദ്ധം അവിടെയല്ലേ നടക്കണത്. ഈ ധർമ്മത്തെ ആര് സംരക്ഷിക്കുന്നു അവർ മതി ഇത് നോക്കാൻ എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടം. അതാണ് ചിന്മയാനന്ദ സ്വാമി ശബരിമലയിൽ വെച്ച്, ഇന്ന് ഞാൻ പത്രത്തിൽ ജോലി ചെയ്യുക, അന്ന് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞൊരു വാക്കുണ്ട്, നൗ വി സന്യാസിൻസ്, ഇനി ഞങ്ങൾ സന്യാസിമാർക്ക് ഭൂദാനവും വേണ്ട, അന്നദാനവും വേണ്ട, വോട്ടുദാനം മതി എന്ന് പറഞ്ഞു. വി വാണ്ട് വോട്ടുദാന. ഒരു പത്രം പറഞ്ഞു ആനന്ദസ്വാമി, അതിലൂടെ ഈ ധർമ്മത്തെ ഇന്ന് സംരക്ഷിക്കാൻ സാധിക്കൂ. ഈ ധർമ്മം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ള രാമായണം വായിക്കുക, പഠിക്കുക, അതിൽ നിന്നും കരുത്തുള്ള ധർമ്മബോധം നമുക്കുണ്ടാവും. നമുക്കിത് സംരക്ഷിക്കാൻ പറ്റും. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കായേന വാച മനസ്സേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യഃ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.